പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. PCB ഡ്രിൽ ചെയ്യുവാനായിട്ട് എങ്ങനെ നമുക്കൊരു പ്രസ് ഡ്രില്ലർ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മൾട്ടിവുഡിൻ്റെ കുറച്ച് പീസസ് ആണ്. ഇത് കട്ട് ചെയ്തെടുക്കേണ്ട നീളവും വീതിയുമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് ഈ ഓരോ പീസസും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. PCB ഡ്രില്ലറിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ടാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു കമ്പ്യൂട്ടർ CD ഡ്രൈവിൻ്റെ ലെൻസ് സ്ലൈഡിംഗ് മെക്കാനിസമാണ്. സ്ക്രാപ്പ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന കടകളിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്കൊരു പഴയ CD ഡ്രൈവ് കിട്ടുന്നതാണ്. ഇനി ഈ CD ഡ്രൈവ് മെക്കാനിസം സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്രെയിമിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 12 വോൾട്ടിൻ്റെ DC മോട്ടറാണ്. 1 മില്ലിമീറ്റർ ഡ്രിൽ ബിറ്റ് പിടിപ്പിക്കാനുള്ള ഡ്രിൽ ചക്കും ഞാനിതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. MCL ഉപയോഗിച്ചുകൊണ്ട് ഈ CD ഡ്രൈവ് മെക്കാനിസത്തിലേക്ക് DC മോട്ടർ ഒട്ടിച്ചു ചേർക്കാം. MCL ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ മോട്ടർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ ഒരു ചെറിയ സ്ക്രൂ ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പ്രിങ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെറിയ സ്പ്രിങ് എടുത്ത് ഇതിൽ കണക്ട് ചെയ്യുക. ഇനി സ്പ്രിങ്ങിൻ്റെ മറ്റേ അറ്റം ഒരു സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് ഈ ബോഡിയിലേക്ക് ഫിക്സ് ചെയ്യാം. ഇപ്പം മോട്ടർ നന്നായിട്ട് തന്നെ വലിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത് വേണ്ടത് ഒരു അയൺ റോഡാണ്. അതിൻ്റെ ഒരറ്റത്തായിട്ട് ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇത്തിരി വണ്ണമുള്ള ഒരു കോപ്പർ വയർ എടുത്ത് ഈ ഹോളിലൂടെ ഇതുപോലെ ചുറ്റിയെടുക്കണം. അതിനുശേഷം ഈ ഡ്രില്ലർ ബോഡിയിലുള്ള 2 ഹോളുകൾക്കിടയിലേക്ക് ഇറക്കി വയ്ക്കണം. ഹോളിലേക്ക് ഈ കോപ്പർ വയർ ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ 2 അറ്റവും ഇതുപോലെ പിരിച്ചെടുക്കണം. അപ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് അവിടെ ഫിക്സ് ആയിരുന്നോളും. ഈ അയൺ റോഡ്
ഈ PCB ഡ്രില്ലറിൻ്റെ ലിവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് പിടിച്ച് താഴ്ത്തുമ്പോൾ മോട്ടറും അതോടൊപ്പം താഴെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഈ PCB ഡ്രില്ലറിൻ്റെ അവസാനത്തെ ബോഡി പാർട്ടും സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാം. ഫ്രണ്ട്സ്, PCB പ്രസ് ഡ്രില്ലറിൻ്റെ മേക്കിംഗ് പ്രൊസീജിയർ ഇതോടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇനി ഈ DC മോട്ടോറിലേക്ക് ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് മോട്ടോറിലേക്ക് വയറുകൾ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യാം. ഒരു പഴയ 12 വോൾട്ട് ട്രാൻസ്ഫോമർ പവർ സപ്ലൈ ആണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പവർ കൊടുക്കാനായി യൂസ് ചെയ്യുന്നത്. പവർ സപ്ലൈയിലേക്ക് മോട്ടോർ കണക്ട് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ മോട്ടോർ നല്ല രീതിയിൽ കറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ PCB പ്രസ് ഡ്രില്ലർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.